ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ, ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ തൊട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് മന്ത് തൊട്ട് ഇതുവരെയുള്ള അപ്ഡേറ്റുകളാണ് പറയാൻ പോകുന്നത്. അതിൽ സ്കാനിങ്ങിൻ്റെ കാര്യങ്ങൾ, ഞാൻ കഴിച്ച കുറച്ച് മെഡിസിൻസ്, ഇതുവരെ ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ ലാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള കുറേ അപ്ഡേറ്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എനിക്കിപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, അതായത് 6 months ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തൊട്ട് ഇപ്പോൾ എത്ര സ്കാനിങ് ഉണ്ടാവും നമുക്ക് ആദ്യത്തെ മാസം എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. 1.5 മാസമൊക്കെ ആകുമ്പം, അതായത് 6 weeks ആകുമ്പോൾ നമുക്കൊരു സ്കാനിങ് ഉണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് 2 സ്കാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതൊക്കെ കൺഫേം ആക്കുന്നത് അബുദാബി വെച്ചിട്ടായിരുന്നു കേട്ടോ, പുറത്തായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആണോ എന്ന് നമ്മൾ കൺഫേം ചെയ്തത് HCG മറ്റേ യൂറിൻ ടെസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു, അങ്ങനെയും കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അല്ലാതെ നമുക്ക് കുറേ സിംറ്റംസ് ഒക്കെ വരുമല്ലോ, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. എൻ്റെ കഴിഞ്ഞ പ്രഗ്നൻസിയിലും ഈ പ്രഗ്നൻസിയിലും ഒക്കെയുള്ള സിംറ്റംസ് ഒക്കെ സെയിം ആയിരുന്നോ, നമുക്കതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കാണിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് നാട്ടിൽ ചെന്നിട്ട് സ്കാൻ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറെ കണ്ട് നമ്മൾ കൺഫേം ചെയ്തിട്ടാണ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്ലൈറ്റിലൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു, നടുവേദനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കിടക്കുകയും പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എയർപോർട്ടിൽ കാണിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എത്ര വീക്സായി, അപ്പോൾ ഒരുപാട് മന്ത്സൊന്നും ആയിട്ടില്ല. അപ്പോൾ പിന്നെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് കിടക്കമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഉറങ്ങാനൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയിട്ട് കോട്ടയത്തോട്ട് ആണ് നമ്മുടെ വീട്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു ഞാൻ. ഫുള്ള് യാത്രയിൽ ഛർദ്ദിച്ച് അത്രയും ഛർദ്ദിലായിരുന്നു കേട്ടോ. അപ്പം വഴിയിൽ ഫുഡ് കഴിക്കാനൊക്കെ ഇറങ്ങി. 2 മക്കളുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങളിവിടെ കൊണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുള്ള് ഭയങ്കര ഛർദ്ദിലൊക്കെ ആയിരുന്നു. എനിക്ക് എങ്ങനെയെല്ലാം ഒന്ന് ഉറങ്ങി കിട്ടിയാൽ, എന്നുവെച്ചാൽ ഉറങ്ങിയാൽ കുറേ ടൈം അങ്ങനെ പോകുമല്ലോ. അപ്പോൾ എപ്പോഴോ ഇടയ്ക്കൊന്ന് ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണ് തുറന്ന് നോക്കാൻ നേരത്ത് കോട്ടയം അടുക്കാറായിട്ടുണ്ട്, ഏറ്റുമാനൂരൊക്കെ. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് നമ്മൾ, എനിക്ക് തോന്നുന്നു ശനിയാഴ്ച എന്തോ ആണ് വന്നെന്ന് തോന്നുന്നു. ശനിയോ വെള്ളിയോ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമേ കാരിത്താസിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ പോയി. ഇപ്പോൾ കാരിത്താസ് മാതയാണ് കേട്ടോ. നേരത്തെ മാതാ ഹോസ്പിറ്റലിലായിരുന്നു, ഇപ്പോൾ അവിടെ കാരിത്താസാക്കി. അപ്പോൾ നമ്മളവിടെയാണ് ഫസ്റ്റ് കാണിച്ചിരുന്നത്. അവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്കാട്ടോ. നമ്മൾ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവും നമുക്കൊന്ന് ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ. ഒരു ഡോക്ടർ തന്നെ 10, 60, 70 പേരെയൊക്കെയാണ് നോക്കുന്നത്. ശരിക്കും നമുക്ക് ഞാനവിടെ അങ്ങ് കംഫർട്ടബിൾ അല്ലായിരുന്നു. അതായത് നമുക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനോ സംസാരിക്കാനോ അങ്ങനെ ഒരു ടൈം പോലും ഇവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ഭയങ്കരമായിട്ട് ടയേർഡായി. അതിൻ്റെ ഇടയ്ക്ക് ഛർദ്ദിച്ച് അങ്ങനെ വയ്യാതായി. വൈകുന്നേരം വരെ സന്ധ്യ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഒന്നാമത് ഓൾറെഡി യാത്രയുടെ കാര്യങ്ങൾ ടയേർഡായിട്ടൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നോടനെ ചെക്കപ്പ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും സ്കാനിങ്ങിനാണ് ഫസ്റ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നത്. സ്കാനിങ് തന്നപ്പോഴത്തേക്കും നമുക്ക് റീസ്കാൻ തന്നു. കുറച്ച് ഹോർമോൺ ടാബ്ലറ്റ്സ് ഒക്കെയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ആ ഒരു ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ അറിയാനുള്ള സ്കാനിങ് ആണ് കേട്ടോ. അപ്പോൾ അത് ചിലത് 6 weekiലായിരിക്കും കറക്റ്റ് അറിയാൻ പറ്റും, ചിലത് 8 weekiലായിരിക്കും. എനിക്കന്ന് 6 weeks എന്തോ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ റീസ്കാനൊക്കെ തന്നു. അത് നമ്മുടെ വയറിന് ഉള്ളിലൂടെയൊക്കെ ചെയ്യും, പക്ഷേ എനിക്ക് ഉള്ളിലൂടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്കാനിങ് അത്ര ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ ആ റീസ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഹോർമോൺ ടാബ്ലറ്റ് ഒക്കെ തന്നു കേട്ടോ, 1 monthലേക്ക്. അപ്പം അത് അത്യാവശ്യം നല്ല റേറ്റുള്ള ടാബ്ലറ്റ് ആയിരുന്നു. അപ്പം നമ്മളതൊക്കെ വാങ്ങിച്ച്, എനിക്ക് ആകെ ഒരു ടെൻഷൻ പിടിച്ചൊരു ദിവസമായിരുന്നു അതൊക്കെ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് നമ്മൾ ആ ടാബ്ലറ്റൊക്കെ കഴിക്കാൻ തുടങ്ങി. പക്ഷേ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു മൂഡ് സ്വിങ്സും ആ ഒരു ഇറിറ്റേറ്റഡ് ഫീലാണ്. ഹോർമോൺ ടാബ്ലറ്റാണ്, നമുക്ക് കുഞ്ഞിൻ്റെ ഗ്രോത്തിനും കാര്യങ്ങൾക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റാണ് കേട്ടോ. അതിൻ്റെ പേര് മറന്നുപോയി. അതൊന്ന് 1 month കഴിച്ചിരുന്നതല്ലേ.
അപ്പോൾ പേര് മറന്നുപോയി. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ചിലവ് കൊടുക്കാറുള്ളതാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിക്കുമ്പോൾ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. തലവേദന, ആകെ ഒരു ഇറിറ്റേറ്റഡ് ഫീല്, മൂഡ് സ്വിങ്സ് അങ്ങനെയുള്ളതൊക്കെ വരും കേട്ടോ. എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ മാറ്റിയിട്ട് വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചു, കിംസിൽ കാണിച്ചു. അപ്പോൾ അവിടെ ആ ഡോക്ടറെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നമ്മ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്, അവിടെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവിടെ ഇത്രയും തിരക്കൊന്നുമില്ല, നമുക്ക് എല്ലാത്തിനും ഒരു സാവകാശം കിട്ടും, നമുക്ക് നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം, എല്ലാത്തിനും ഒരു ടൈമുണ്ട് നന്നായിട്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി സ്കാനിങ് ഒക്കെ ചെയ്തു, എല്ലാം ഓക്കെ ആയിരുന്നു. എന്നോട് ആ ഹോർമോൺ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അതായത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട, പതുക്കെ സ്റ്റോപ്പ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 1 മന്ത് ഒന്നും കഴിച്ചില്ല കേട്ടോ, അതിന് മുന്നേ പതുക്കെ അത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഫോളിക് ആസിഡും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ അവിടുന്ന് സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം എൻ്റെ കൂടെ ഹസ്ബൻഡും മക്കളൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് 1 മന്തിന് ശേഷമാണല്ലോ അടുത്ത ചെക്കപ്പൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ് സിവിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ആ ഒരു വീക്കിൽ തന്നെ നമ്മൾ 2 ദിവസം പോയി അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തു, വോമിറ്റിങ് കൂടിയിട്ട്. പിന്നെ അതൊരു സ്ഥിരം ഏർപ്പാടായിരുന്നു കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് പോയി അഡ്മിറ്റ് ആവും, അതായത് വീക്ക്ലി 2 എങ്കിലും അഡ്മിറ്റ് ആവും. അപ്പോൾ ഈ പാൻടോപ്പും എമിസെറ്റുമാണ് ഇഞ്ചക്ഷൻ ഫസ്റ്റ് തന്നെ എടുക്കും. ആ ചെല്ലുമ്പോഴേ ഈ ഇഞ്ചക്ഷൻ എടുക്കും, പിന്നെ ഫ്ലൂയിഡ് കയറ്റും. മിക്കപ്പോഴും അസറ്റോൺ പോസിറ്റീവ് ആയിരിക്കും, 3+ ഒക്കെ ആയിരിക്കും ആകുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാവും, കാരണം നമ്മുടെ യൂറിൻ്റെ കളർ റെഡിൽ ടേൺ ആവും, ഭയങ്കരമായിട്ട് നാക്കൊക്കെ ഡ്രൈ ആവും, തൊണ്ട ഡ്രൈ ആവും, ഷുഗർ നല്ല രീതിയിൽ ലോ ആവും, BP കുറവ് വരും. അപ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്കത് തിരിച്ചറിയാൻ പറ്റും, എനിക്ക് പൊങ്ങാൻ മേലാത്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു എമിസെറ്റ് പാൻടോപ്പൊക്കെ ചെയ്ത് ഈ ഒരു ഫ്ലൂയിഡൊക്കെ ചെയ്ത് കഴിയുമ്പം ഷുഗറൊക്കെ ലെവലാവാനുള്ള ഫ്ലൂയിഡൊക്കെ ചെയ്ത് ഇലക്ട്രോലൈറ്റ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒന്ന് ഓക്കെ ആവും. അത് വീണ്ടും വരും, പിറ്റേ ദിവസം ഈ വോമിറ്റിങ് തുടങ്ങും, അങ്ങനെ. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു 2 തവണ ഇങ്ങനെ പോയി ചെയ്യാറുണ്ടായിരുന്നു. പ്ലസ് എനിക്ക് ടാബ്ലറ്റ് ഉണ്ടായിരുന്നു വോമിറ്റിങ്ങിൻ്റെ. പക്ഷേ അത് കഴിച്ചിട്ടും അങ്ങനെ മാറുന്നൊന്നുമില്ല. അപ്പോൾ ടാബ്ലറ്റ് ഗുഡ് ഡേ ടാബ്ലറ്റാണ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അഡ്മിറ്റായിട്ട് ഡിസ്ചാർജ് ആയി വരുമ്പം എമിസെറ്റ് തരും ഒരു 5 ദിവസത്തേക്ക്. ദെൻ ഗുഡ് ഡേ കണ്ടിന്യൂ ചെയ്യാൻ പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പോകും. പക്ഷേ എനിക്ക് അതിലൊന്നും അങ്ങനെ ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടാബ്ലറ്റും കഴിക്കും, ഇടയ്ക്കിടയ്ക്ക് പോയി ട്രിപ്പിടും. ഹസ്ബൻഡ് പിന്നെ പോയി, പിന്നെ ഞാനും പിള്ളേരുമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുമ്പോൾ ഞാനും പിള്ളേരായിട്ട് പോയിട്ട് ട്രിപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അനോമലി സ്കാൻ അല്ല NT സ്കാൻ, 3.5 മാസത്തിൽ NT സ്കാൻ അല്ലേ, ആ സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയും ബ്ലാഡർ ഫുള്ളാക്കി വയ്ക്കുന്ന എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പിള്ളേരുമായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇടയ്ക്കെല്ലാം വോമിറ്റ് ചെയ്ത് ഞാൻ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ ഒക്കെ ഞാൻ പോയി വോമിറ്റിങ് കൂടുമ്പം പോയി ഫ്ലൂയിഡൊക്കെ ഇടും കേട്ടോ. എന്നിട്ട് മാക്സിമം ഛർദ്ദിക്കാതിരിക്കാനൊക്കെ നോക്കും. പക്ഷേ അത് വന്നാൽ നമുക്ക് അങ്ങനെ പിടിച്ച് നിർത്താനൊന്നും പറ്റുമല്ലോ. പിന്നെ NT സ്കാനൊക്കെ കഴിഞ്ഞു. NT സ്കാനിൻ്റെ ഒക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ആക്കിയും അല്ലാത്ത വീഡിയോസിലൊക്കെ അതിൻ്റെ മെയിനായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അനോമലി സ്കാൻ. ഇപ്പോൾ ഇനി അടുത്ത സ്കാനിങ്ങിൻ്റെ ടൈം ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ഗ്ലൂക്കോസ് ടെസ്റ്റ് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു, കാരണം വോമിറ്റിങ് ഭയങ്കരമാണ്. അപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ എപ്പോഴും വളരെ ലോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്കിപ്പോൾ ഈ കുറച്ച് ദിവസം മുന്നേ ഭയങ്കര കൺട്രാക്ഷൻ വന്ന് ഞാൻ ആ കൺട്രാക്ഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല, അതൊക്കെ വെറുതെ ആണെന്ന് പറഞ്ഞിട്ട് ഉള്ള കമൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നില്ല. പക്ഷേ ഞാൻ കേൾക്കാനിടയായി. ശരിക്കും അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും സംസാരിക്കരുത്. പക്ഷേ ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കിങ്ങനെ ഒരു അവസ്ഥയുണ്ടായി, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന ടാബ്ലറ്റ് കഴിച്ചു, ഇന്ന നിർദ്ദേശങ്ങൾ ഡോക്ടർ തന്നു എന്ന് പറയുമ്പോൾ അത് അനുഭവിക്കാത്ത ഒരാൾക്ക് അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ ആണെന്ന് ബ്ലെയിം ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. പക്ഷേ ഓരോ പെയിനും അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ പോകുമ്പോഴേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. എനിക്ക് ആ പെയിനും ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ കൺട്രാക്റ്റഡായി, വയറൊക്കെ ടൈറ്റായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പയറൊക്കെ കഴിച്ച് അതിൻ്റെ ഗ്യാസും കയറി. ഇപ്പോഴും ഞാൻ ആ കൺട്രാക്ഷൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരാഴ്ചത്തേനാണ് തന്നിട്ടുണ്ടായിരുന്നത്. 1-2 ദിവസം ഞാൻ മറന്നും പോയി. അപ്പോൾ അതിപ്പോഴും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ രീതിയിലൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ക്ലീനിങ് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, ആളുണ്ട്. പിന്നെ വരും ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ. പിന്നെ കുക്കിങ് ഞാൻ ചെയ്യും, വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ കേട്ടോ. കാരണം എനിക്ക് സ്ട്രെയിൻ ചെയ്യുമ്പോൾ
ഈവൻ ഒത്തിരി ടെൻഷൻ അടിച്ചാൽ കരഞ്ഞാൽ അപ്പോഴൊക്കെ വയറ് ഭയങ്കരമായിട്ട് കൺട്രാക്റ്റഡ് ആകുന്നത് ഉണ്ട്. പക്ഷേ അന്നത്തെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കഴിഞ്ഞാൽ മതിയല്ല. കയ്യിലും കാലിലും ഒക്കെ നീരുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ കുറവുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും മാറിയില്ലെങ്കിൽ നമ്മൾ ഒരാഴ്ചയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഗുളിക കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിത് ഈ ഒരു കോഴ്സ് കൊണ്ട് നിർത്താമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഗുളിക തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് പോയി ചെക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രഗ്നൻറ്റ് ലേഡീസും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ ബുദ്ധിമുട്ടും ഓരോന്നാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർ വെറുതെ ഇരുന്ന് അറിവില്ലായ്മയാണ്, വിവരമില്ലായ്മയാണ്, അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ പലതും കേൾക്കുമ്പം ഒന്നെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ മനസ്സിലാവണം, അങ്ങനെയുള്ളത് കാണാനോ അനുഭവിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവണം. അല്ലെങ്കിൽ ഒരാളിങ്ങനെ പറയുമ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളേ ഇല്ല എന്ന് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ അത് ഞാനിതിൽ പറയണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ ഒരു ടാബ്ലറ്റും ഞാൻ കഴിച്ചിരുന്നു. ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഉറക്കത്തിൻ്റെ പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ ഉറങ്ങാതെ ഇരുന്നിട്ട് ആ ഒരു ടൈമിൽ എനിക്ക് രാത്രിയൊക്കെ ഞാനിങ്ങനെ വൊമിറ്റ് ചെയ്യുമായിരുന്നു. കുറേ വൊമിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ തൊണ്ടയൊക്കെ പറ്റി ബ്ലഡൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറക്കം ഇല്ലായ്മ കൊണ്ടും തലവേദന കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് കുറച്ച് ഉറക്ക ഗുളിക തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ ഡോസ് കുറഞ്ഞിട്ടുള്ള ഉറക്ക ഗുളിക. അപ്പോൾ ഈ ഒരു ഗുളിക കഴിക്കുമ്പോൾ എനിക്ക് നല്ല ഒരു സെഡേഷൻ ഉണ്ട്, ക്ഷീണമുണ്ട്. അപ്പം ഉറക്ക ഗുളിക കുറച്ച് ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരുമിച്ച് കഴിയത്തില്ല കേട്ടോ. ഒരു ഇൻ്റർവെൽ ടൈം എടുത്തിട്ടാണ്. അതായത് ഞങ്ങൾ 7:30 ആകുമ്പം ഞങ്ങൾ എന്തായാലും കിടക്കും. അപ്പോൾ ഒരു ഉറക്ക ഗുളികയൊക്കെ ആകുമ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കും. പിന്നെ അടുത്ത ഗുളിക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ടൈം എടുത്തിട്ടൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ. കാരണം എല്ലാം കൂടി ഒരുമിച്ച് കഴിച്ചാൽ ചിലപ്പോൾ ഒറ്റയടിക്ക് എല്ലാം കൂടി ഞാൻ ഛർദ്ദിച്ചു പോകും. അതുകൊണ്ട് എല്ലാം ടൈം ഗ്യാപ്പ് എടുത്തേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയൺ ഗുളിക ഞാൻ കഴിക്കുന്നില്ല. നമുക്ക് വോമിറ്റിങ്ങിൻ്റെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അയൺ ഗുളിക കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ കഴിക്കുന്നത് കാൽസ്യവും ഫോളിക് ആസിഡുമാണ് കേട്ടോ. സെക്കൻഡ് ട്രൈമസ്റ്ററിലും എല്ലാം കഴിച്ചു. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഫസ്റ്റ് 2 മന്ത്സിൽ ഞാൻ ഒരു ഗുളികയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഈ ഒരു ഗുളിക സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കാൽസ്യം ഇപ്പോഴും കാൽസ്യത്തിൽ ഓക്കെ അല്ല. എനിക്ക് ആ ഒരു രാത്രി കഴിച്ചിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ഇങ്ങനെ തികട്ടി വന്ന് വൊമിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില ദിവസം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ദിവസം രാത്രി ഞാൻ കഴിക്കത്തില്ല. ഫോളിക് ആസിഡ് രാവിലെ കഴിക്കാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയും ഞാൻ ഓക്കെ ആയിരിക്കുന്ന ദിവസത്തിലാണ് കേട്ടോ. നമുക്ക് ഒട്ടും ഓക്കെ അല്ലാത്ത സമയത്ത് ഇതെല്ലാം കൂടി കഴിച്ചിട്ട് വീണ്ടും അതെല്ലാം ഛർദ്ദിച്ച് പോകുന്നേക്കാൾ നല്ലത് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് എന്നോട് ഡോക്ടറും പറഞ്ഞത്. എനിക്ക് അതാണ് നല്ലതെന്ന് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് ഞാനാണ് അനുഭവിക്കുന്നത്. അപ്പോൾ വെറുതെ ഇതെല്ലാം വൊമിറ്റ് ചെയ്ത് അങ്ങ് പോയി കഴിയുമ്പം നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള കുഞ്ഞിന് ആവശ്യമുള്ള ഒന്നും കിട്ടാതെ പോവല്ലേ. അപ്പം ഞാൻ ഓർത്തു എന്താണോ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്ത് പതുക്കെ അങ്ങ് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിൽ ഗുളിക കഴിക്കുക അങ്ങനെയുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 4 സ്കാനിങ് ചെയ്തു. 4 സ്കാൻ ഫസ്റ്റ് 1.5 മാസം തന്നെ 2 സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ NT സ്കാൻ എനിക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടി തന്നെ കുറേ ടൈം എടുത്തു. 3-4 തവണ സ്കാൻ ചെയ്തപ്പോഴാണ് കറക്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഇരിക്കുക. പിന്നെ 5 മാസത്തിലെ അനോമലി സ്കാന്. അങ്ങനെ അത് ബ്ലാഡർ, പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കുടിച്ച് നിറഞ്ഞ് അങ്ങനെ ഇരിക്കേണ്ട. കാരണം ഞാൻ NT സ്കാൻ ചെയ്തപ്പം വീട്ടിൽ വന്നപ്പോൾ തന്നെ നേരെ ഇരുട്ടി. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് എനിക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചാണ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് അധികം താമസിക്കാതെ എനിക്ക് സ്കാൻ ചെയ്യാനും അന്ന് തന്നെ ഡോക്ടറെ കാണാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനത് ഓൾറെഡി പ്ലാൻ ചെയ്താൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പിള്ളേരെയും കൊണ്ട് ആണ് പോകുന്നത്. അപ്പം അവർ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വിശന്ന് ഇരിക്കും, കുറേ കഴിയുമ്പോൾ ബഹളമാകും. ചെറിയ വായൊക്കെ അല്ലേ, അപ്പോൾ ബഹളമാകും. അതുകൊണ്ട് ഞാൻ ഓൾറെഡി മറ്റേ ആദ്യത്തെ സ്കാനിങ്ങിലൊക്കെ അറിയാവുന്നതുകൊണ്ട് ഈ അനോമലി 5th മന്തിൻ്റെ സ്കാൻ അത്യാവശ്യം പ്ലാൻ ചെയ്താണ് പോയിട്ടുണ്ടായിരുന്നത്. അത് സ്കാനിങ് കഴിഞ്ഞിട്ട് എടുത്തടിച്ച് കുറേ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നാലും അതുവരെ കുറച്ച് നേരത്തേക്ക് ഛർദ്ദിക്കാതിരിക്കാനായിട്ടൊക്കെ പറ്റി. ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഛർദ്ദിച്ചെങ്കിലും ഫുള്ള് വെള്ളം അങ്ങ് പോവാതെ ഇരിക്കാനായിട്ടൊക്കെ പറ്റി. അപ്പോൾ അങ്ങനെ ആ സ്കാനിങ് ഒക്കെ കഴിഞ്ഞു. ഇതുവരെയുള്ള അത്രയും സ്കാനിങ്ങുകൾ കഴിഞ്ഞു. പിന്നെ ഈ മാസം ഉള്ളത് ഗ്ലൂക്കോസ് ടെസ്റ്റ് ആയിരുന്നു. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി കുറച്ച് ടെസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ദിവസം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര കൺട്രാക്ഷനൊക്കെ ആയിട്ട് തീരെ ഒരു മേലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ മാസം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ മാസം ഹസ്ബൻഡ് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ, കഴിഞ്ഞ ദിവസമല്ല കുറച്ച് ദിവസമായി പോയപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് കൺട്രാക്റ്റഡായി, നല്ല പെയിനായിരുന്നു. അപ്പോൾ എനിക്ക് തീരെ പറ്റാത്തൊരവസ്ഥയാണ്, ഭയങ്കര പെയിൻ കൂടി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എനിക്ക് ബ്ലഡ് എടുക്കാൻ ഒന്നിനും മേലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, ഇപ്പോൾ ചെയ്യേണ്ട, കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ, ഇതൊക്കെ ഒന്ന് സെറ്റിൽ ആവട്ടെ, എന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. മിക്കവാറും ഈ മാസം ലാസ്റ്റോ അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കോ അങ്ങനെ വല്ലതും ആയിരിക്കും ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യുന്നത്. ടെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളാണ് കേട്ടോ എല്ലാം. പിന്നെ യൂറിൻ്റെ എന്തോ ഒരു എക്സാമിനേഷൻ കൂടിയുണ്ട്. ഇതൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ നോക്കുക. എനിക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ ഒരു തവണ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിൽ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നപ്പോൾ ഉള്ളിൽ ഗുളിക വയ്ക്കാനും ഓയിൻമെൻ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവലിൽ വന്നില്ല. കാരണം ഇത്തവണ യൂറിനറി ഇൻഫെക്ഷൻ ആയപ്പോൾ എനിക്ക് ഗുളികകൾ തന്നു, ഫ്ലൂയിഡ് ഇടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൂടുതലും. അപ്പോൾ അതങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഉള്ളിൽ ഗുളിക വയ്ക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുള്ള മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് പനി വന്നിട്ടുണ്ട്, ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്, കോവിഡ് കൂടുതലല്ലേ. അപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. മാക്സിമം പനി ജലദോഷം അങ്ങനെയുള്ളതൊക്കെ വരുത്താതെ നോക്കുക എന്നുള്ളത് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഇത്രയും മെഡിസിൻസാണ് ഞാനിപ്പം കഴിച്ചതായിട്ട് എൻ്റെ ഓർമ്മ. യെസ്. പിന്നെ വേദനയ്ക്കുള്ള ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതിനെ കഴിച്ചിട്ടില്ല കേട്ടോ. നല്ല നടുവേദനയും വയറുവേദനയുടെ ഒക്കെ ഗുളിക തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കൺട്രാക്ഷനായിട്ട് കിടക്കുന്നതിൻ്റെയാണ്. അതുകൊണ്ട് ഞാനത് അതിൻ്റെ ഗുളിക മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പെയിൻ്റെ ഗുളിക ഞാനിതുവരെ കഴിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാനതുവരെ കഴിച്ചിട്ടില്ല. കുറേ ഗുളികകൾ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കുറേയൊക്കെ വേദന അങ്ങ് സഹിക്കും കേട്ടോ. ചിലപ്പോൾ എന്തെങ്കിലും കുഴമ്പെടുത്ത് തേക്കും. എനിക്ക് ഡോക്ടർ നല്ലൊരു ഓയിൽമെൻറ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ആ ഓയിൽമെൻറ്റ് തേക്കും. ജസ്റ്റ് അങ്ങ് തൂത്തുവിടും. നടുവിലൊക്കെയാണ്, നമുക്ക് തീരുമാനമൊന്നും പറ്റത്തില്ലല്ലോ. ജസ്റ്റ് അങ്ങ് തൂത്തുവിടും. ആ ഒരു ലെവലിലൊക്കെ കൊണ്ടുപോകും. മാക്സിമം ഗുളികകൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഛർദ്ദിൻ്റെ ഗുളികയാണെങ്കിലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെറുതെ ഇരുന്ന് ഛർദ്ദിച്ച് ഒരു കാര്യങ്ങളും ബോഡിക്ക് കിട്ടാതെ അല്ലെങ്കിൽ കുഞ്ഞിന് കിട്ടാതെ ഛർദ്ദിച്ച് കളയുന്നേക്കാൾ നല്ലത് നമ്മൾ ഗുളിക കഴിക്കുന്നതാണ്. പലരും പറയും ഛർദ്ദിൻ്റെ ഗുളിക കഴിക്കുന്നത് നല്ലതല്ല, ട്രിപ്പ് ഇടുന്നത് നല്ലതല്ല, ഇഞ്ചക്ഷൻ എടുക്കുന്നത് നല്ലതല്ല എന്നൊക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 24 hours ഛർദ്ദിച്ച് കിടക്കുന്നത് നല്ലതാണോ? ആ ആൾക്ക് എഴുന്നേക്കാൻ പോലും മേലാതെ ശരീരത്തിലേക്ക് ഒരു ഫ്ലൂയിഡ്സോ ഒന്നും അബ്സോർബ് ചെയ്യാൻ പറ്റാതെ അയാൾ അവിടെ എങ്ങനെ കിടക്കുക, അത് നല്ലതാണോ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഒരിക്കലും ഓക്കെ ആവില്ല ഹെൽത്ത് കേട്ടോ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് വോമിറ്റിംഗ് ഉള്ളവർ ഈ രീതിയിലൊക്കെ ചെയ്യണം. ഞാൻ നേരത്തെ തൊട്ടേ കേൾക്കാറുള്ളതാണ് ട്രിപ്പ് ഇടുന്നത്, ഗുളിക കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ചെയ്യണം. ഡോക്ടർമാർക്ക് അറിയാമല്ലോ. പലപ്പോഴും പലരും ഇരുന്ന് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയും. എന്നുവെച്ചാൽ ഇവരുടെയൊക്കെ ചില ആൾക്കാരുടെ സംസാരം കേട്ട് ഡോക്ടറെ കഴിഞ്ഞാൽ അറിവുള്ളതുപോലെയാണ്. അപ്പോൾ നമ്മളൊക്കെ എല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കൺട്രാക്ഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസും അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഇതിനെക്കുറിച്ച് ഒന്ന് പ്രത്യേക ഒരു പ്രോപ്പറായിട്ടുള്ള അറിവോ വിവരമോ ഒന്നും ഇല്ലാതെ പലരും ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറയും. അപ്പം ഒന്നും അറിയത്തുമില്ല. പക്ഷേ ഇങ്ങനെ ഓരോ ഫോൾട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളായിരിക്കും ഇവരിന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ടൊന്നും ഒരാളും കേൾക്കാൻ നിന്ന് കൊടുക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടർ പറയുന്നത് എന്താണോ അത് കേട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ഇതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകൾ. ഇപ്പോഴും ഞാൻ വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. അതായത് 2 ടാബ്ലറ്റാണ് കഴിക്കുന്നത്. രാത്രി ഗുഡ് ഡേയുടെ എമിസെറ്റിൻ്റെ ടാബ്ലറ്റ് രാത്രി കഴിച്ചിട്ട് കിടക്കും. പിന്നെ ഈ നമുക്ക് കൺട്രാക്ഷനുള്ള ടാബ്ലറ്റ് തന്നത്, പിന്നെ കാൽസ്യം ഗുളിക, ഇതൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ്. അരമണിക്കൂർ ഞാൻ ഗ്യാപ്പ് ഇടും കേട്ടോ. എന്നിട്ടേ കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വോമിറ്റിംഗ് വരും. കാൽസ്യത്തിൻ്റെ ഒക്കെ വലിയ ടാബ്ലറ്റാണ്. അത് കഴിക്കുമ്പോൾ തന്നെ തിരിച്ചടിക്കുന്നത് പോലൊരു ഫീലാണ്. അത്രയും വലുതല്ലേ. അപ്പം അതുകൊണ്ട് എല്ലാം ഒരു ഗ്യാപ്പ് ഇട്ട് മാത്രമേ കഴിക്കാറുള്ളൂ. രാവിലെയും അങ്ങനെ തന്നെയാണ്. ശരിക്കും രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഗുളിക കഴിച്ച് വരുമ്പോൾ തന്നെ ഉച്ചയാകും. അത്രയും ഗ്യാപ്പ് ഇടും. ചിലത് മറന്നു പോകും. അതൊക്കെയാണ് ഒരു പ്രശ്നം. എനിക്ക് എപ്പോഴും ഞാൻ മറന്നു പോകും ടാബ്ലറ്റ് കഴിക്കാനായിട്ട്. അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റുകളൊക്കെ. പിന്നെ ആയുർവേദപരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗർഭരക്ഷണി ഗുളികകളൊക്കെ കഴിക്കുക. ഞാനതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും ഞാൻ കഴിച്ചില്ല. എനിക്ക് ആ ടേസ്റ്റ് ഒന്നും അങ്ങനെ പറ്റുന്നില്ല. നമുക്കിപ്പോൾ കഴിക്കാവുന്ന ലേഹ്യങ്ങൾ ഗുളികകളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഡോക്ടറെ കണ്ടിട്ട് മാത്രം കൺസൾട്ട് കഴിക്കുക. ഞാൻ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുഴമ്പും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. പക്ഷേ അതുപോലെ ഞാൻ പ്രോപ്പറായിട്ട് അങ്ങനെ തേക്കോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഗുളിക എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട്. ഞാൻ പക്ഷേ അതൊന്നും കഴിച്ചില്ല. ഒരു ദിവസം ഒരു ഗുളിക കഴിച്ചിട്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റ്, ധന്വന്തരം ഗുളികയാണ് ശരിക്കും, അത് മഹാധന്വന്തരം ഗുളിക. പക്ഷേ എനിക്കതങ്ങ് ഓക്കെ ആയില്ല.
ടേസ്റ്റ് ഒന്നും പറ്റുന്നില്ല. പിന്നെ ലേഹ്യമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ലേഹ്യം അരിഷ്ടമൊക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും കഴിച്ചില്ല. കുഴമ്പ് ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും പലപ്പോഴും. കുഴമ്പ് തേക്കുമ്പം യൂസ് ശരിക്കും പറഞ്ഞാൽ രണ്ടാണ്. നമുക്ക് വേദനയ്ക്കും നല്ലതാണ്, നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈനെസ്സൊക്കെ മാറ്റാനായിട്ടും ഒന്ന് സോഫ്റ്റ് ആകാനൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് കെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് അത്രയും കുറച്ച് ചെയ്താൽ മതി. അത്രയും പിഗ്മെൻറ്റേഷൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കും, അത്രയും ബെറ്റർ ആയിട്ടിരിക്കും. അപ്പോൾ എനിക്ക് കാലിൽ അത്യാവശ്യം നല്ല ഡ്രൈനെസ് ഉണ്ട് ഇപ്പോൾ. നേരത്തെയും ഡ്രൈനെസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഡ്രൈനെസ് എന്നല്ല, ഒരു ഉണങ്ങിയ ഒരു അത് തന്നെയാണല്ലോ ഡ്രൈ, പക്ഷെ എന്തോ ഒരു വല്ലാതെ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതുപോലെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഈ കുഴമ്പ് അങ്ങനെ ഓയിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ഫീൽ തോന്നാറുണ്ട്. ലോഷനൊക്കെ കൈക്കൊന്നും കുഴപ്പമില്ല, കയ്യിലൊക്കെ ലോഷനോ ക്രീം എന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ. കയ്യിലൊന്നും അങ്ങനെ ഡ്രൈനെസ്സോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. നേരത്തെ ഉണ്ടായിരുന്നു ഡ്രൈനെസ്സൊക്കെ, പക്ഷേ ഇപ്പോൾ അതില്ല. എനിക്ക് എൻ്റെ കൈ കുറച്ചും കൂടി നല്ലതായതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. കുറച്ചും കൂടി ഒരു ബെറ്റർ ഫീൽ കൈക്ക് തോന്നാറുണ്ട്. അപ്പോൾ പക്ഷേ കാല് അത്യാവശ്യം ഡ്രൈനെസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഓയിൽ തന്നെ അപ്ലൈ ചെയ്യും. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഓയിലുകളൊക്കെ ഉണ്ട്, അത് അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ദണ്ഡന്തരത്തിൻ്റെ തൈലം അപ്ലൈ ചെയ്യും. ചില സമയം ചുമ്മാ വെളിച്ചെണ്ണയാണല്ലോ അപ്ലൈ ചെയ്യും. ചില പിള്ളേരുടെ ഓയിലൊക്കെ ഉണ്ട്, അവർക്ക് തേച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ ചുമ്മാ അപ്ലൈ ചെയ്തിടും. എന്താണോ ഓയിൽ കണ്ടൻറ്റുള്ള എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ ആയുർവേദപരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും പറ്റുന്നവരൊക്കെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനിൽ ഈ വേദഗുളിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കാരണം അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാൻ 1-2 ഡോക്ടേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് എനിക്കെന്ന് വെച്ചാൽ പ്രഗ്നൻസി ഇത്രയും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ അത് എടുത്തിട്ടില്ല. എനിക്ക് ഇപ്പോൾ ആഗ്രഹമുണ്ട് അങ്ങനെ ഒരെണ്ണം എടുക്കണം എന്നുള്ളത്. ശരിക്കും ഇതൊക്കെ അറിയാവുന്ന ഒരാളെ കൊണ്ട് എന്ന് വെച്ചാൽ മർമ്മം ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അറിയാവുന്ന ഒരാളെ കൊണ്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴും നല്ലത്. നമുക്ക് നല്ലൊരു സൂത്തനിങ് എഫക്റ്റ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഡോക്ടറോട് അതും കൺസൾട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഇത് നമുക്കിപ്പോഴും ട്രീറ്റ്മെൻറ്റ് എടുക്കാം കേട്ടോ. നമുക്ക് ഡെലിവറിക്ക് മുന്നേയും ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്കത് എടുക്കാം. പക്ഷെ ഞാൻ അതൊന്നും ഓപ്റ്റ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ, നമ്മുടെ പ്രിഫറൻസ് പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതുവരെയുള്ള ഫുൾ അപ്ഡേറ്റുകൾ. ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ സ്കിൻ കെയർ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കി അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നാറില്ല. കാരണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി ഒന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിടക്കണം, റെസ്റ്റ് എടുക്കണം, അങ്ങനെയുള്ളൊരു ഫീലാണ് തോന്നാറ്. അതുകൊണ്ട് ഞാൻ അതേ ചെയ്യാറുള്ളൂ മാക്സിമം. അതുകൊണ്ട് സ്കിൻ കെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കുറവാണ്. പിന്നെ ബയോ ഓയിൽ ഞാൻ ഇടയ്ക്കൊക്കെ പറ്റുമ്പോഴൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും. നല്ല സ്കിന്നിന് കുറച്ച് നല്ല സാധനമാണ് കേട്ടോ ബയോ ഓയിൽ. പ്രഗ്നൻസിയിൽ നമുക്ക് വളരെ ധൈര്യമായിട്ട് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ബയോ ഓയിൽ. എല്ലാവർക്കും ധൈര്യമായിട്ട് അത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ തൊട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വയറിലും മുഖത്തും കഴുത്തിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ മുഖത്ത് യൂസ് ചെയ്യും, കഴുത്തിൽ വല്ലപ്പോഴും. സ്ട്രെച്ച് മാർക്കിന് ഞാൻ ഇതുവരെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ഡെലിവറിക്കൊക്കെ എനിക്ക് സെബാമെഡിൻ്റെ സ്ട്രെച്ച് മാർക്ക് ലോഷൻ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. പക്ഷേ ഞാനത് യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് അങ്ങനെ വലിയ സ്ട്രെച്ച് മാർക്കൊന്നും ഇല്ല, കുറവാണ്. എന്നിരുന്നാലും ഉള്ളിടത്തൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഞാനത് ജസ്റ്റ് കയ്യിലോ കാലിലോ ഒക്കെ തൂത്ത് വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേറെ വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.